ഞാനേ ഒരുപാട് പള്ളിക്കറി നെയ്ച്ചോറും കഴിച്ചിട്ടുണ്ട്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇന്ന് വേറൊരു ടൈപ്പ് പള്ളിക്കറി നെയ്ച്ചോറും കഴിക്കാൻ വന്നത്. കാണിച്ചു തരാം. ഇങ്ങനൊരു പള്ളിക്കറി ഞാൻ കഴിച്ചിട്ടില്ല. കാരണം വളരെ യാദൃശ്ചികമായിട്ടൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രഷ് ബീഫാണ്. അത് തൊടുമ്പോഴും അത് കണ്ടപ്പോഴും മനസ്സിലായി, പിന്നെ കഴിച്ചപ്പോഴും മനസ്സിലായി. നല്ല തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ നല്ല ചുവന്ന മുളകെല്ലാം കൂട്ടിയിട്ട് നെയ്ച്ചോറിൽ അടിപൊളി ഒരു സാധനം, രക്ഷയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പള്ളിക്കറി കഴിക്കുന്നത്. അത് നെയ്ച്ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടിയ ഒരു ഇതുണ്ടല്ലോ, ഒരു രക്ഷയില്ല, അപാര ടേസ്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് അവർ കറി കൊണ്ടു തന്നു, പക്ഷെ ഞാൻ കറി വേണ്ടാന്ന് പറഞ്ഞു. കാരണം ആ കറി അതിലോട്ട് കൂട്ടുമ്പോൾ ആ ഒരു ചോറും ആ ഒരു പള്ളിക്കറി അതിൻ്റെ ആ മസാലയും നല്ല ജീരകം എല്ലാം കൂടി മിക്സായി കിട്ടുമ്പോണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് മിസ്സായി പോകും. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ബീഫ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ മസാല പ്രത്യേകിച്ച് ഭയങ്കര തിക്കായിട്ട് ഒരു നെയ്ച്ചോർക്കും പൊറാട്ടയ്ക്കൊക്കെ പറ്റിയ, അതുപോലെ ചൂട് വെള്ളപ്പം, ചൂട് പത്തിരി. എനിക്ക് നെയ്ച്ചോർക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു രക്ഷയില്ല. എനിക്ക് സത്യം പറഞ്ഞിട്ട് അത് ഞാൻ കഴിച്ചു കഴിഞ്ഞ രക്ഷയില്ലേ, രണ്ടാമത് ഓർഡർ ചെയ്ത പ്ലേറ്റാണ് ഈ കാണുന്നത് നിങ്ങൾ. കാരണം രണ്ടാമത്തെ പ്ലേറ്റാണ്, എനിക്ക് അത്ര ഇഷ്ടമായി. കാരണം നെയ്ച്ചോറ് നിങ്ങൾക്ക് നോക്കി കാണാം, എൻ്റെ പ്ലേറ്റിൽ പകുതി നെയ്ച്ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ രണ്ടാമത്തെ ഞാൻ മേടിച്ചു. രണ്ടാമത്തെ പ്ലേറ്റ് അങ്ങ് എടുത്തിട്ട് ആ നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1.5 മുതലാണ് മോനെ. അതിൻ്റെ കൂടെ നല്ലൊരു എല്ലും പീസും കിട്ടി. ശേഷം നിങ്ങളെ പള്ളിക്കറി ഇങ്ങനെ ഉണ്ടാക്കി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി പള്ളിക്കറി. മദീനയിൽ ഇങ്ങനൊരു പള്ളിക്കറി ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഇതാണ് പള്ളിക്കറി ഉണ്ടാക്കിയ മുനീർ ഭായി. ഈ പള്ളിക്കറി കഴിക്കണമെങ്കിൽ എവിടെ വരണം? നമ്മളെ ABC കാർഗോൻ്റെ അടുത്തുള്ള മലബാറിൽ വരണം അല്ലേ? ഇതുവരെ പള്ളിക്കറി, ഇങ്ങനത്തെ പള്ളിക്കറി കഴിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇതുണ്ട്. നമ്മളെ ചില ഈ ഒരു കൈപ്പുണ്യം എല്ലാവരും ഒരു തർക്കത്താണ്. എന്തായാലും പൊളി. മുനീർ ഭായി, നമ്മളെ ഈ ബീഫ് പള്ളിക്കറി എത്ര മണി വരെ ഉണ്ടാവും? 5 മണി മുതൽ 2 മണി വരെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിക്കനും മട്ടനിലും ഉണ്ടല്ലോ ഈ സെയിം സാധനം. ചിക്കനിലുണ്ട് പള്ളിക്കറി, മട്ടനിലുണ്ട് പള്ളിക്കറി. ഞാൻ ബീഫാണ് കഴിച്ചത്. ബീഫ് ഒരു രക്ഷയില്ല. നിങ്ങൾ വന്നിട്ട് മട്ടനും ചിക്കനൊക്കെ കഴിച്ചു നോക്ക്, മുനീർ ഭായിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാം. അപ്പോൾ 5 മണി തൊട്ടിട്ട് 2 മണി വരെ മറക്കണം കേട്ടോ. അപ്പോൾ ഷെഫിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു ചായ കൂടി.